ഞങ്ങൾ വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ മുളക് ബജ്ജി ഉണ്ടാക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും മുളകെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അവിടെ കിടന്ന് അവർ തന്ന്. അപ്പോൾ അതാ ഈ കായാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് മുളക് മൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള എരിവുള്ള സാധനമൊക്കെ ഞങ്ങൾ കളഞ്ഞ്, അപ്പോൾ അതിന് ശേഷം അത് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കിയ ശേഷം നമുക്ക് കടലമാവിനകത്തോട്ട് ഇത്തിരി മസാലപ്പൊടി ഒരു നുള്ളു മതി കേട്ടോ, ശകലം മതി. പിന്നെ മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോഡാപ്പൊടി ഒരു നുള്ളി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ പരുവത്തിന്, അതായത് നമ്മൾ ഈ വാഴയ്ക്കൊക്കെ മുക്കിയെടുക്കാൻ പരുവത്തിന് അതൊന്ന് കലക്കിയെടുക്കാൻ നന്നായിട്ട്. അതിന് ശേഷം ചീനിച്ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ സാധനങ്ങളൊക്കെ, ഈ വാഴയ്ക്കയും മുളകുമൊക്കെ നമുക്ക് അപ്പോൾ അത് നമ്മുടെ പരുവത്തിന് നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പക്ഷേ ചൂടാറിയ ശേഷം ഒരു പാത്രത്തിൽ ഇടാം. പക്ഷേ അവൾ മുളക് ബജി നോക്കിയിരുന്നിട്ട് അവൾക്ക് മുളക് ബജി അത്ര ഇഷ്ടമായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.